നിറയെ പൂക്കളുള്ള ഒരു വീട്. ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന വൃദ്ധനായ ഒരു കർഷകൻ്റെതാണ് ആ ഭവനം. ആ വൃദ്ധൻ തന്നെയാണ് ഈ ചെടികൾക്ക് ആവശ്യമായ വെള്ളം നനയ്ക്കുന്നത്. അതുവഴി വരുന്ന മുഴുവൻ ജനങ്ങൾക്കും വൃദ്ധൻ പൂക്കൾ സമ്മാനമായി നൽകും. വളരെ ദൂരത്തുള്ള ഒരു കുളത്തിൽ നിന്നാണ് ചെടികൾക്ക് ആവശ്യമായ വെള്ളം കൊണ്ടുവരുന്നത്. ഒരു വടിയുടെ രണ്ടറ്റത്ത് തൂക്കിയിട്ട രണ്ട് കുടങ്ങൾ ഉപയോഗിച്ചാണ് ചെടികൾക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത്. ഈ കുടങ്ങളെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്. രണ്ട് കുടങ്ങളിൽ ഒന്ന് അല്പം പൊട്ടിയതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിറയ്ക്കുന്ന വെള്ളത്തിൻ്റെ മുക്കാൽ പങ്കും ചോർന്നു പോകും. ഒരു കുടം ഈ പൊട്ടിയ കുടത്തെ ആക്ഷേപിക്കും, പരിഹസിക്കും. നീ പൊട്ടിയവനാണ്, നിന്നെക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഏറെ താമസിയാതെ വൃദ്ധൻ നിന്നെ ഉപേക്ഷിക്കും. ഈ പൊട്ടിയ കുടം വളരെയധികം സങ്കടപ്പെട്ടു. വൃദ്ധനോട് പരാതി പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ ചിരിച്ചുകൊണ്ട് വൃദ്ധൻ പറഞ്ഞു, എടാ മണ്ട, നീ പൊട്ടിയതാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. വഴിയുടെ വലതുവശത്താണ് ഞാൻ പുതിയ വിത്തുകൾ പാകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വടിയുടെ വലതുവശത്താണ് നിന്നെ ഞാൻ തൂക്കിയിട്ടിരിക്കുന്നത്. നിന്നിൽ നിന്നും ഇറ്റു വീഴുന്ന വെള്ളമാണ് ആ വഴിയിൽ പാകിയ വിത്തുകളെ മുളപ്പിക്കുന്നത്. അത് വളരെ വലുതാകും, ചെടിയാകും, അതിൽ പൂക്കൾ വിരിയും. ആ പൂക്കൾ അതുവഴി പോകുന്ന മുഴുവൻ ജനങ്ങളെയും സന്തോഷിപ്പിക്കും. നീ ഓർക്കുക, ആ ജനങ്ങളുടെ സന്തോഷത്തിന് കാരണക്കാരായി തീരുന്നത് നീ ഒറ്റ ഒരുത്തനാണ്. ഏതൊരു വ്യക്തിക്കും അവരുടേതായ മൂല്യങ്ങളുണ്ട്, സ്ഥാനമുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നാം സൂക്ഷിച്ചിരിക്കുന്ന കുപ്പത്തൊട്ടി ഉണ്ടല്ലോ, കൈകൊണ്ട് തൊടാൻ പോലും നമുക്ക് വെറുപ്പ് തോന്നും ചില സമയങ്ങളിൽ. പക്ഷെ ആ കുപ്പത്തൊട്ടി ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തിൻ്റെ അവസ്ഥ എത്രമാത്രം മലിനപ്പെട്ടതായിത്തീരും. വഴിയിൽ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തീർന്ന കഥ ബൈബിൾ പറയുന്നില്ലേ? എല്ലാ മനുഷ്യർക്കും അവരുടേതായ മൂല്യങ്ങളുണ്ട്, വിലയുണ്ട്. നാം കഴിക്കുന്ന ഭക്ഷണവും നാം ധരിക്കുന്ന വസ്ത്രവും നാം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നാം വസിക്കുന്ന വീടും എല്ലാത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെ പൂർണ്ണഘട്ടത്തിലേക്ക് എത്തിക്കുന്നത് അറിഞ്ഞും അറിയാതെയും അല്പം വില കൂടിയതോ വില കുറഞ്ഞതോ അല്ലെങ്കിൽ മൂല്യമുള്ളതോ മൂല്യമില്ലാത്തതോ നമുക്ക് തോന്നുന്ന ചില വ്യക്തികളുടെ അധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ്. എല്ലാവർക്കും അവരുടേതായ മൂല്യങ്ങൾ, വിലകൾ നമുക്ക് സമ്മാനിക്കാം. ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.